ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 1ൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് കേട്ടോ. ചാപ്റ്റർ 1.2 കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതൊരു ടോപ്പിക്കല്ല, ഒരു ചാപ്റ്ററാണ്, ഒരു സബ് ചാപ്റ്ററാണ്. ചാപ്റ്റർ 1ൻ്റെ പാർട്ട് 2 ആണ്. കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് എന്താണ് കോസ്റ്റ് കൺട്രോൾ, എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നമ്മൾക്കില്ലേ, നോർമലി നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 2000 രൂപയാണെന്ന് വിചാരിക്കുക. നോർമലി നമുക്ക് വരേണ്ട ഇലക്ട്രിസിറ്റി ബില്ലാണ്. പക്ഷെ ഈ മാസം നമുക്ക് ബില്ല് വന്നപ്പോൾ അത് 3500 രൂപയാണ് ബില്ല് വന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി. ഇതെന്താണത്, 2000 രൂപ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 3500 രൂപയായി. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടിരുന്നോ, നിങ്ങൾ എപ്പോൾ നോക്കിയാലും റൂമിൽ വെറുതെ ലൈറ്റ് ഇട്ടുകൊണ്ട് വെച്ച് ലൈറ്റും ഫാനും ഓണായിരിക്കും, ആൾക്കാർ ഇല്ലെങ്കിലും അത് ഓണാക്കി വയ്ക്കും. ചിലർ പറഞ്ഞു വാട്ടർ ഹീറ്റർ പലപ്പോഴും ഓണായി കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ചിലർ പറഞ്ഞു നമ്മൾ കൂടുതൽ എ സി ഇടണതുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ, നമുക്കിത് പറ്റത്തില്ല, ഇത്രയും ബില്ല് പറ്റത്തില്ല, അടുത്ത മാസം നമ്മൾ ബില്ല് കുറയ്ക്കണം. അതിന് വേണ്ടി എല്ലാവരും നോക്കണം, അവരുടെ രീതിയിൽ നോക്കണം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത മാസം കറക്റ്റായിട്ട് റൂമിൽ ലൈറ്റും ഫാനും ഒന്നും ഓൺ ചെയ്തില്ല. ഓൺ ചെയ്തെന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഓഫ് ചെയ്തു. പിന്നെ അതേപോലെ വാട്ടർ ഹീറ്റർ ഓൺ ആയിട്ടുണ്ടോ അത് കറക്റ്റായിട്ട് വാട്ടർ ഹീറ്റർ ഓഫാക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ. അപ്പോൾ അടുത്ത മാസം ബില്ല് കുറഞ്ഞ് സേ തിരിച്ച് 2000 തന്നെ വന്നു എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെയും 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പഴയ പടി തന്നെയായി. നമുക്ക് വീണ്ടും ബില്ലൊക്കെ എല്ലാവരും കെയർലെസ് ആയി. ബില്ലൊക്കെ എത്രയിലോട്ട് തന്നെ വന്നു, 3000-ഉം 3500 ഒക്കെ വന്നു. ക്ലിയർ അല്ലേ? ഇതൊരു സിറ്റുവേഷൻ. ഓക്കെ, ഞാൻ ഇത് കണക്ട് ചെയ്ത് തരാം. സെക്കൻഡ് സിറ്റുവേഷൻ ഇല്ലേ, ഇതല്ല. സെക്കൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പിന്നെയും ബില്ലൊക്കെ ഇങ്ങനെ കൂടണുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നടക്കത്തില്ല, നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം എന്ന് തീരുമാനിച്ചു. ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ, നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യും, വാട്ടർ ഹീറ്റർ ഒരു മേജർ പ്രശ്നമാണ്. സോ വാട്ടർ ഹീറ്റർ മാറ്റി നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ. അങ്ങനെ കുറേ ചേഞ്ചസ് വരുത്തി. ഇപ്പോൾ ലൈറ്റൊക്കെ ഓണാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റൊക്കെ ബൾബൊക്കെ മാറ്റിയിട്ട് LED ആക്കാം. ഓക്കെ. അങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ ഇല്ലേ, അപ്പോൾ ഒരു മിനിറ്റ്, ഇങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടെന്നോ, അത് വാട്ടർ ഹീറ്റർ സോളാർ വാട്ടർ ഹീറ്റർ ഒക്കെ ആക്കി. അപ്പോൾ എന്ത് പറ്റും, അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് നോക്കിയപ്പോഴത്തേ കറണ്ട് ബില്ല് നന്നായിട്ട് കുറഞ്ഞു, 1500. ഇത് അടുത്ത മാസം കൂടുമോ? ഇത് അടുത്ത മാസം കൂടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് പെർമനൻറ്റ് റിഡക്ഷൻ ആണ്. നമ്മൾ അതിനുള്ള ഇത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമനൻറ്റ് കാര്യമാണ്. നമ്മൾ വാട്ടർ ഹീറ്റർ തന്നെ ചേഞ്ച് ചെയ്തു, സോളാർ വാട്ടർ ഹീറ്റർ ആക്കി. ഇങ്ങനത്തെ പെർമനൻറ്റ് ഒരു ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവന്നത്. ടെമ്പററി സേവിങ്സ് അല്ല, പെർമനൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ ഇല്ലേ, അതിന് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയും. നമ്മൾ വാട്ടർ ഹീറ്റർ ഓണാക്കി ഇടരുത്, ആവശ്യമില്ലാതെ ലൈറ്റും ഫാനും ഓണാക്കി ഇടരുത്, അത് കോസ്റ്റ് കൺട്രോളാണ്. ഈ പെർമനൻ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൊണ്ടുവന്നില്ലേ, കറക്റ്റീവ് ആക്ഷൻ കൊണ്ടുവന്നില്ലേ, അതിനെ നമ്മൾ, അതായത് സോളാർ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അതിനെ നമുക്ക് പറയാം കോസ്റ്റ് റിഡക്ഷൻ ആണ്. ഓക്കെ. ആദ്യത്തേത് കോസ്റ്റ് കൺട്രോൾ ആണ്, രണ്ടാമത്തത് കോസ്റ്റ് റിഡക്ഷൻ ആണ്. ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസസ് ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലിയർ ആവും. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ. ഒന്ന് ശ്രദ്ധിച്ചേ. സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് കൺട്രോൾ? സോ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ഇസ് ടു മെയിൻറ്റെയിൻ ദ കോസ്റ്റ് വിത്തിൻ ദ സ്റ്റാൻഡേർഡ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ മാസം വരെ 2000 രൂപയായിരുന്നു എൻ്റെ കറണ്ട് ബില്ല്, എന്തുകൊണ്ട് 3000 ആയി? എനിക്ക് കുറച്ച് എൻ്റെ കറണ്ട് ബില്ല് കുറഞ്ഞ് എനിക്ക് പഴയ പോലെ ആക്കണം, എൻ്റെ സ്റ്റാൻഡേർഡ്സിലോട്ട് എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഏതിൽ? കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ കോസ്റ്റ് കൺട്രോളിൽ ഉറപ്പായിട്ട് ഒരു സാധനം ആവശ്യമുണ്ട്, ടാർഗറ്റ് അഥവാ സ്റ്റാൻഡേർഡ് ഇസ് റിക്വയർഡ്, കോസ്റ്റ് കൺട്രോൾ. Whereas in cost reduction techniques,
വി ആർ എക്സ്പ്ലോറിങ് വേസ് ടു ഇംപ്രൂവ് ദ ടാർഗറ്റ്സ്. ടാർഗറ്റ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോളാർ ഹീറ്റർ, വാട്ടർ ഹീറ്റർ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ടാർഗറ്റ് തന്നെ മാറ്റാൻ പറ്റും. കഴിഞ്ഞ മാസത്തെ ബില്ലിലേക്കല്ല, അതിനേലും നല്ല കോസ്റ്റ് റിഡക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി അപ്രോച്ച് എന്താണ്? വാട്ട് ഇസ് ദ അപ്രോച്ച്? ഇത് രണ്ടിൻ്റെ അപ്രോച്ച് ഡിഫറൻ്റ് ആണ്. കോസ്റ്റ് കൺട്രോളിൽ വി ആർ ട്രൈയിങ് ടു അറ്റൈൻ ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ് അണ്ടർ ദ എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റൻസസ്. ഇപ്പോഴത്തെ സർക്കംസ്റ്റൻസസിൽ നിന്നുകൊണ്ട് എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ടർ ഹീറ്റർ മാറ്റുന്നില്ല, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അൺനെസസറി ആയിട്ട് നമ്മൾ ഓണാക്കി ഇടരുത്. അങ്ങനെ നമ്മളുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. വേറാസ് കോസ്റ്റ് റിഡക്ഷനിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള പുതിയ വഴികളാണ് നോക്കുന്നത്. എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ വേയ്സ്. വാട്ടർ ഹീറ്റർ തന്നെ മാറ്റുന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ സോ കോസ്റ്റ് കൺട്രോൾ ഇസ് ബേസിക്കലി എ പ്രിവെൻറ്റീവ് ഫങ്ഷൻ. അതായത് സോ ബേസിക്കലി കോസ്റ്റ് കൺട്രോൾ ഇസ് എ പ്രിവെൻറ്റീവ് ഫങ്ഷൻ. നമ്മൾ നമ്മളുടെ ടാർഗറ്റ് എക്സീഡ് ചെയ്ത് പോകരുത്. ടാർഗറ്റ് കോസ്റ്റിനേലും കൂടുതൽ മുകളിലേക്ക് പോകരുത്. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ നോക്കുന്നത്. വേറെ കോസ്റ്റ് റിഡക്ഷൻ ഇസ് എ കറക്റ്റീവ് ഫങ്ഷൻ. നമ്മൾ കറക്റ്റീവ് ആണ്, കറക്ഷൻ എടുക്കുവാണ്. ഇപ്പം എന്താണ് മിസ്റ്റേക്സ് എന്നൊക്കെ നോക്കിയിട്ട് കറക്ഷൻ തന്നെ ചെയ്യുവാണ്. ഇനി കോസ്റ്റ് കൺട്രോളിൽ ദ ഫോക്കസ് ഇസ് ഓൺ പാസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഫോക്കസ് സ്റ്റാൻഡേർഡിലാണ്. പണ്ട് നമുക്ക് 2000 കറണ്ട് ബില്ല് വരുമായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് 2000 കറണ്ട് ബില്ലിനെ എത്തിക്കണം, റെഡ്യൂസ് ചെയ്യണം. അവിടെ സ്റ്റാൻഡേർഡ്സിലാണ് ഫോക്കസ്. പക്ഷേ കോസ്റ്റ് റിഡക്ഷനിൽ നമ്മൾ അങ്ങനെ സ്റ്റാൻഡേർഡ്സിൽ, അതായത് പാസ്റ്റിലല്ല നമ്മുടെ ഫോക്കസ്. ദ ഫോക്കസ് ഇസ് ഓൺ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോൾ ഇത്രയാണ് ബില്ല്, ഈ ബില്ല് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലേക്കാണ് നമ്മുടെ ഫോക്കസ്. പെർമനൻറ്റ് റിഡക്ഷൻസ് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ടെമ്പററി റിഡക്ഷൻസ് ആയിരിക്കാം. ഇതാണ് പെർമനൻറ്റ് റിഡക്ഷൻസ്, കോസ്റ്റ് റിഡക്ഷൻ. ശരി, ഇനി അസംഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളിലെ ബേസിക് നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ദർ ഇസ് എ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, 2000 എന്ന കറണ്ട് ബില്ലാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. പക്ഷേ വേറെ കോസ്റ്റ് റിഡക്ഷനിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ദർ ഇസ് കൺസീൽഡ് പൊട്ടൻഷ്യൽ സേവിങ്. അതായത് 2000 എന്നുള്ളതൊന്നുമല്ല എൻ്റെ സ്റ്റാൻഡേർഡ്. ഇപ്പം എത്ര കോസ്റ്റ് ആണെങ്കിലും സേവിങ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പല രീതിയിലും സേവ് ചെയ്യാനുള്ള വഴികളുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അല്ലാണ്ട് എനിക്കൊരു ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാനല്ല നോക്കുന്നത്. പല പല സേവിങ്സിനുള്ള വഴികളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. സോ എനിക്ക് ആ കൺസീൽഡ് ആയിട്ടുള്ള സേവിങ്സിലേക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് എൻ്റെ ഫോക്കസ്. സോ ബേസിക്കലി ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ചിലപ്പോൾ ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്ന് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ, ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. വാട്ട് ഇസ് കോസ്റ്റ് കൺട്രോൾ, വാട്ട് ഇസ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ നോക്കിയടാ, ആദ്യം നമുക്ക് കോസ്റ്റ് കൺട്രോൾ നോക്കാം. ഓക്കെ, എന്താണ് കോസ്റ്റ് കൺട്രോൾ? കോസ്റ്റ് കൺട്രോൾ ഇസ് ദ പ്രോസസ് ഓഫ്, ഓക്കെ, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് setting the standards, identifying the deviation or variance, and taking corrective action. നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇല്ലേ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററും നമ്മൾ ഇന്ററിൽ പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്ററും ബഡ്ജറ്റിങ്ങും, ഇത് രണ്ടുമാണ് കോസ്റ്റ് കൺട്രോളിൻ്റെ ടൂൾസ്. കോസ്റ്റ് കൺട്രോൾ ടൂൾസ് അതൊക്കെയാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും, എന്നിട്ട് ആക്ച്വൽ റിസൾട്ട്സ് മെഷർ ചെയ്യും, ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കും. ആ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ, വേരിയൻസസ് ഉണ്ടെങ്കിൽ വി വിൽ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് നോക്കിയേ. ഇത് ബേസിക്കലി സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ തന്നെ സ്റ്റെപ്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ലോജിക്കലി ആലോചിച്ചാൽ മതി. എന്താണ് ഫസ്റ്റ് ചെയ്യണത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എന്താ ചെയ്യണത്? പ്ലാനിങ്, അതായത് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു എസ്റ്റാബ്ലിഷ് ദ സ്റ്റാൻഡേർഡ്സ്. സെക്കൻഡ്, നമ്മൾ സ്റ്റാൻഡേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ മിണ്ടാതിരുന്നാൽ മതിയോ? അല്ല, എല്ലാ മാനേജേഴ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എല്ലാ മാനേജേഴ്സിനെ അറിയിക്കണം. പർച്ചേസ് മാനേജറോട് പറയണം, സോ ഇതാണ് നമ്മുടെ പ്രൈസ്, ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് പ്രൈസ്, യു ഷുഡ് ട്രൈ ടു പർച്ചേസ് അറ്റ് ദിസ് പ്രൈസ്. പ്രൊഡക്ഷൻ മാനേജറോട് പറയണം, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ. ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നും ആക്ച്വൽ ഫിഗേഴ്സ് ഒക്കെ മെഷർ ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും
അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും, അവരവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ബിക്കോസ് അവർക്കറിയാലോ ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ആൻഡ് ദേ ആർ മെഷറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. സോ ഒബ്വിയസ്ലി ദ എംപ്ലോയീസ് വിൽ ബി മോട്ടിവേറ്റഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് അപ്രൈസൽ ആൻഡ് റിപ്പോർട്ടിംഗ്. ആക്ച്വൽ പെർഫോമൻസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യണം. ദാറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ പ്രോപ്പർ ലെവൽ ഓഫ് മാനേജ്മെന്റ്. വേരിയൻസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിങ്ങിന്റെ ബേസിസിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അതിനെയാണ് ഡെസിഷൻ മേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? അടുത്ത തവണ ഇത് വരാതിരിക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ്സ്, ആക്ച്വൽസും സ്റ്റാൻഡേർഡ്സും തമ്മിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ വി ഷുഡ് ഒബ്വിയസ്ലി ഗോ ഫോർ കറക്റ്റീവ് ആക്ഷൻ. സോ ഇതാണ് സ്റ്റെപ്സ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ക്ലിയർ അല്ലേ? ശരി. ഓക്കെ, സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, what are the key points for exercising an effective cost control? ഓക്കെ, ഒരു നല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇത് നമുക്ക് തന്നെ എഴുതാൻ പറ്റും. അതൊന്നും മനസ്സിൽ നമ്മൾ തന്നെ സ്വന്തം എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് വായിക്കാം. ഓക്കെ, ഒരു നല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ എന്തൊക്കെ വേണം? ഫസ്റ്റ് തന്നെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് അവരുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്താൽ ശരിയാവോ? ഇല്ല. ആരെയാണോ മെഷർ ചെയ്യണത് അവരുടെ ദോസ് ഹു ആർ കൺസേൺഡ് ഷുഡ് ഓൾസോ ബി ഇൻവോൾവ് ഇൻ ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ്. അല്ലെ, പ്രൊഡക്ഷൻ മാനേജറോട് ചോദിക്കണം എത്ര കിലോ മെറ്റീരിയൽസ് വേണ്ടി വരും ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം. നെക്സ്റ്റ്, ഈ ഞാനിപ്പോൾ ഓർഡറിലൊന്നും അല്ല, നമുക്ക് തോന്നണ പോലെ പറയുവാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് പറയാം. അപ്പോൾ അടുത്തത്, ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? അല്ല, എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. എന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. സോ ഒബ്വിയസ്ലി കറക്റ്റീവ് ആക്ഷൻസ് വേണം. പിന്നെ വേരിയൻസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുടെ കേസ് ആണെങ്കിൽ വെറുതെ നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? അല്ല, നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസസ് ഡിവൈഡഡ് ഇൻ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണില്ലേ? ഇപ്പോൾ ലേബർ വേരിയൻസ് ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ലേബർ ഐഡിൽ ടൈം വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ്, അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. എത്രത്തോളം ഡീറ്റെയിൽഡ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആക്കണം. അല്ലേ? ശരി. പിന്നെ ആ ആ, പിന്നെ ഇതിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്നില്ലേ, നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ വെൻ വി ആർ സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്, ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വേരിയൻസസ് ഷുഡ് നോട്ട് ബി ഇഗ്നോർഡ്. അതായത് വേരിയൻസസിനെ എഫക്റ്റ് ചെയ്യണ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ കമ്പനിയിലുള്ള മെഷീനറിക്ക് ഒരു ചെറിയ ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കും. മെഷീനറി ഇത്തിരി സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അത് പ്രൊഡക്ഷൻ മാനേജറുടെ മിസ്റ്റേക്ക്, ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ ഇത്തിരി സ്ലോ ആവുമല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുടെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മുടെ മെഷീനറിക്ക് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ വേരിയൻസസ്, അത് ഇഗ്നോർ ചെയ്യരുത്. ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വെൻ സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാവരെയും ഉൾപ്പെടുത്തണം. ഓൾ ദ കൺസേൺഡ് പേഴ്സൺ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഏറ്റവും മിനിമം ആയിരിക്കണം. അതായത് നമ്മൾ ഒരുപാട് ഡേറ്റ കളക്ഷനിലേക്ക് പോയാൽ അത് എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഡേറ്റ കളക്റ്റഡ് ഷുഡ് ബി മിനിമം. അത് പ്രോപ്പറായിട്ട് പക്ഷേ കളക്ട് ചെയ്യണം. ആൻഡ് എല്ലാ വേരിയൻസസ് കണ്ടുപിടിക്കണം. പ്രൈസ്, യൂസേജ്, മിക്സ്, എഫിഷ്യൻസി എല്ലാം കണ്ടുപിടിക്കുക. പിന്നെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുക്കണം. സോ ദാറ്റ് ദ മിസ്റ്റേക്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ അത് റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന് ആദ്യം പറഞ്ഞു. റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മളുടെ മെഷീനറി, നമ്മളുടെ വർക്കേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ. ബട്ട് ഇറ്റ് ഷുഡ് ഓൾസോ ബി ഫ്ലെക്സിബിൾ. സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. കാരണം ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റണം? റിവൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം, ഒരു ചെറിയ ഒരു ഇന്നോവേഷൻ സംഭവിച്ചു, എന്തെങ്കിലും ഒരു പുതിയ ഇന്നോവേഷൻ വന്നു. അപ്പോൾ നമ്മൾ പഴയ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഫ്ലഡ് വന്നു, അപ്പോൾ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കണം. അല്ലാണ്ട് ഫ്ലഡ് ആണ് എന്നാലും ഞാൻ പഴയ സ്റ്റാൻഡേർഡ്സ് തന്നെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ഓൾസോ ബി ദ സ്റ്റാൻഡേർഡ് ഷുഡ് ഓൾസോ ബി ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. വാട്ട് ആർ ദ കീ പോയിന്റ്സ് ഫോർ എക്സസൈസിങ് ഇഫക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ? ഈ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഓർത്താൽ മതി.
സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, ഇതാണ് കോസ്റ്റ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ കീ പോയിന്റ്സ് ഫോർ എക്സസൈസിങ് എ ഗുഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം? അങ്ങനെ വിചാരിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ വെച്ചിട്ട് നമ്മളെപ്പോഴും ക്ലാസ്സിലൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുന്നത് അങ്ങനെയല്ലേ? ഞാൻ വെറുതെ ഫോർമുലയൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങൾ. എല്ലാത്തിനും ആരാണ് റെസ്പോൺസിബിൾ? പ്രൊഡക്ഷൻ മാനേജർ ആണോ, പർച്ചേസ് മാനേജർ ആണോ, അല്ലേ? അതിൻ്റെ കാര്യം എല്ലാത്തിലും ആരാണ് റെസ്പോൺസിബിൾ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്, അല്ലാണ്ട് ഫോർമുല അല്ല പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ, അത് വായിച്ച് പഠിക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒരു 4-5 അഡ്വാൻറ്റേജ്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റെപ്സ് ഇല്ലേ, സ്റ്റെപ്സ് ഇതേ ഓർഡറിൽ തന്നെ എഴുതണം. സ്റ്റെപ്പിൻ്റെ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ കീ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. അഡ്വാൻറ്റേജ് ഒക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു 3-4 എന്തായാലും ഉണ്ടാവും. അത് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്, കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ, എക്സാമ്പിളിൽ പറഞ്ഞ പോലെ, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ. എന്തിലുള്ള? ഇൻ ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. യൂണിറ്റ് കോസ്റ്റ് ഇല്ലേ, കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കുക. And the reduction should be real and permanent. So that is the focus of cost reduction. Cost control alla, cost reduction. So the reduction should be real and permanent. Temporary reductions are not included in cost reduction. അതിനെ കോസ്റ്റ് റിഡക്ഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ പറയത്തില്ല. ഓക്കെ, and also the point is it should not affect the quality or performance standard. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യരുത്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പല രീതിയിൽ പറ്റുമല്ലോ. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇത്തിരി ലോവർ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാൽ പോരെ, അതൊന്നും കോസ്റ്റ് റിഡക്ഷൻ അല്ല. ദർ ഷുഡ് നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ഇൻ ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യണവരാണെങ്കിൽ ദ പെർഫോമൻസ് ഷുഡ് റിമെയിൻ സെയിം, വേർ ആസ് ദ കോസ്റ്റ് ഷുഡ് റെഡ്യൂസ്, പെർമനൻ്റ്ലി റെഡ്യൂസ്. അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ പറയുന്നത് ഇത് പ്യുവർ ലോജിക്കാണ്. കോസ്റ്റ് റിഡക്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ 2 ways. 2 രീതിയിൽ കോസ്റ്റ് റിഡക്ഷൻ പറ്റും. എന്ത് കോസ്റ്റ്? കോസ്റ്റ് പെർ യൂണിറ്റ് കേട്ടോ. കോസ്റ്റ് പെർ യൂണിറ്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ഇൻ 2 ways. നിങ്ങൾക്ക് തന്നെ ലോജിക്കലി മനസ്സിലാവും. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അങ്ങനെയല്ലേ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവർ പറയാണ്, ഒന്നെങ്കിൽ നിങ്ങൾ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ മതി. എയ്തർ യു ക്യാൻ റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ബട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഷുഡ് റിമെയിൻ സെയിം. അത് ചേഞ്ച് ചെയ്യരുത്, നമ്പർ ഓഫ് യൂണിറ്റ് ഷുഡ് റിമെയിൻ സെയിം. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് പറയുമല്ലോ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ബൈ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി. അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഷുഡ് ഇൻക്രീസ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് മാറരുത്? ടോട്ടൽ കോസ്റ്റ് മാറരുത്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഷുഡ് ഇൻക്രീസ് ബൈ ഇംപ്രൂവിങ് ദ പ്രൊഡക്ടിവിറ്റി. ഈ 2 രീതിയിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് വാട്ട് ആർ ദ 5 സ്റ്റെപ്സ് ടു അച്ചീവ് സ്ട്രാറ്റജിക് കോസ്റ്റ് റിഡക്ഷൻ? കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാനുള്ള 5 സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഓർഡർ നിങ്ങൾ തെറ്റിക്കരുത്. ഇത് ഇതേപോലെ തന്നെ എഴുതണം. ഓക്കെ, ഇത് ആക്ച്വലി ഇല്ല, PwC ഇല്ലേ, നമ്മുടെ ഫേം പ്രൈസ് വാട്ടർ ഹൗസ്, PwCയുടെ ഒരു പേപ്പറാണ്. അവർ റിലീസ് ചെയ്ത ഒരു പേപ്പറാണ്, വാട്ട് ആർ ദ 5 സ്റ്റെപ്സ് ഫോർ സ്ട്രാറ്റജിക് കോസ്റ്റ് റിഡക്ഷൻ. ഞാൻ അത് വായിച്ചായിരുന്നു. ആ പേപ്പറിൽ നിന്നാണ് ഇവർ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഷോർട്ടാക്കി പറഞ്ഞേക്കുവാണ്. ജസ്റ്റ് ഇത് പറയാം, വലിയ കാര്യമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് വിത്ത് എ സ്ട്രാറ്റജി. അതായത് ദർ ഷുഡ് ബി എ ക്ലിയർ സ്ട്രാറ്റജി ഹൗ വി ആർ ഗോയിങ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ഓക്കെ, എന്നിട്ട് അത് ഓർഗനൈസേഷനിൽ ഫുള്ള് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്, എല്ലാവർക്കും മനസ്സിലാവണം. വി ആർ ട്രൈയിങ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ആ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാക്കണം. സെക്കൻഡ് ഇസ് അലൈൻ ദ കോസ്റ്റ് ടു ദ സ്ട്രാറ്റജി. സോ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. വാട്ട് ആർ ദ ഗുഡ് കോസ്റ്റ്, വാട്ട് ആർ ദ ബാഡ് കോസ്റ്റ്. കാരണം എന്താണെന്ന് പറയട്ടെ, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ നോക്കണം. ഇതിൽ എൻ്റെ സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ വേണ്ടി ചില കോസ്റ്റ് എനിക്ക് ഇൻകർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ സ്ട്രാറ്റജി എന്താണ്, അതിനുവേണ്ടി ചില കോസ്റ്റ് കമ്പൽസറി ആയിട്ട് ഇൻകർ ചെയ്യേണ്ടി വരും. അതൊക്കെ ഗുഡ് കോസ്റ്റാണ്, അതിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കണ്ട. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ ആവശ്യമില്ലാത്ത പല കോസ്റ്റുകളും ഉണ്ടാവും. നമ്മൾ ഒരു സ്ട്രാറ്റജി ആദ്യം ഇംപ്ലിമെൻ്റ് അല്ല, നമ്മൾ ഡിസൈഡ് ചെയ്തല്ലോ, അത് അച്ചീവ് ചെയ്യാൻ ചില കോസ്റ്റുകൾ ആവശ്യമില്ല. ഓക്കെ, അങ്ങനത്തെ കോസ്റ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ
നമ്മൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കിങ്, അങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി. അപ്പോൾ നമ്മളൊരു ന്യൂ ജനറേഷൻ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് ആവുമ്പോൾ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ബാങ്ക് ബ്രാഞ്ചസ് അത്ര ആവശ്യമില്ല. കാരണം യങ്സ്റ്റേഴ്സ് നമ്മൾ ബാങ്ക് ബ്രാഞ്ചിൽ പോകണം എത്ര പ്രാവശ്യം പോവും? നമുക്കെല്ലാം ഓൺലൈനായിട്ടാണ് ആവശ്യം, അല്ലേ? നമുക്ക് ബാങ്ക് ബ്രാഞ്ചിൽ പോണതേ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ ഓൺലൈൻ ആക്കുമ്പോൾ നല്ല സെർവേഴ്സ് വേണം, നല്ല യൂസർ ഇൻ്റർഫേസ് വേണം. അതൊക്കെ ഗുഡ് കോസ്റ്റാണ്, അത് റെഡ്യൂസ് ചെയ്യരുത്. ഇൻ്റർഫേസ്, ഓൺലൈൻ സംഭവങ്ങൾ, ആ കോസ്റ്റ് ഒന്നും റെഡ്യൂസ് ചെയ്യരുത്. പക്ഷേ നല്ല പ്രൈം ലൊക്കേഷനിൽ ബ്രാഞ്ച് വേണം, അത് വേണ്ട. എനിക്ക് ബാങ്കിൽ പോണതേ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ബാഡ് കോസ്റ്റാണ്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവർക്ക് റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. മനസ്സിലായി? അതാണ് ഫസ്റ്റ് നമുക്കൊരു സ്ട്രാറ്റജി വേണം. അതിനോട് അലൈൻ ചെയ്യുന്ന രീതിയിൽ വി ഷുഡ് ക്ലാസിഫൈ ദ കോസ്റ്റ് ഇൻ ടു ഗുഡ് കോസ്റ്റ് ആൻഡ് ബാഡ് കോസ്റ്റ്. നെക്സ്റ്റ്, എയിം ഹൈ. ഇവർ പറയണത് കോസ്റ്റ് റിഡക്ഷൻ എയിം ചെയ്യുമ്പോൾ എപ്പോഴും ആ പേപ്പറിൽ പറയണത് വി ഷുഡ് എയിം ഫോർ 10x കോസ്റ്റ് റിഡക്ഷൻ, 10 ടൈംസ്. അതായത് ഇപ്പോൾ 1 lakh rupees ആണെങ്കിൽ അതിൻ്റെ 10 ടൈംസ് കോസ്റ്റ് കുറയ്ക്കാനാണ് നോക്കേണ്ടത്, അല്ലാണ്ട് ചെറിയ കോസ്റ്റ് റിഡക്ഷൻ അല്ല. അതെന്ന് പറയുന്നത് ബേസിക്കലി എന്തെങ്കിലും ടെമ്പററി സേവിങ്സ് ഒക്കെ ആയിരിക്കും, ഈ ചെറിയ റിഡക്ഷൻസ്. അതിനെ ഫോക്കസ് ചെയ്യരുത്. റാഡിക്കലായിട്ടുള്ള ചേഞ്ച് വേണം, റാഡിക്കൽ റിഡക്ഷൻ ഇൻ ദ. ഇപ്പോൾ ഒരു ഹൈ റിഡക്ഷൻ വരും, ഒരു 10 ടൈംസ് എങ്കിലും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മളുടെ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, സെറ്റ് ഡയറക്ഷൻ ആൻഡ് ഷോ ലീഡർഷിപ്പ്. അതായത് കമ്പനിയിലുള്ള അതൊരു ഒരു ഒരു എല്ലാം ടോപ്പ് മാനേജ്മെൻറ്റ് എല്ലാവരും അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കണം. അത് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ ടോപ്പ് മാനേജ്മെൻറ്റ് എല്ലാവരും ഈ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് അവരെല്ലാവരും അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഒരു കോസ്റ്റ് റിഡക്ഷൻ ടീം എന്ന് പറഞ്ഞൊരു ടീം മാത്രമല്ല വർക്ക് ചെയ്യേണ്ടത്. അത് എല്ലാവരും വർക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി എ ക്രിയേറ്റ് എ കൾച്ചർ ഫോർ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. അതായത് ആ കമ്പനിയിൽ തന്നെ അങ്ങനെ ഒരു കൾച്ചർ, നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യണതാണ്. അങ്ങനെ ഒരു കൾച്ചർ ആ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എംപ്ലോയി കോസ്റ്റ് റിഡക്ഷനൊക്കെ എന്തെങ്കിലും അതിനുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണം. മനസ്സിലായി? അത് നമ്മുടെ കമ്പനിയുടെ കൾച്ചറാണെന്നുള്ള രീതിയിൽ എല്ലാവരിലേക്കും അതിനെ എത്തിക്കണം. സോ ഇതാണ് 5 സ്റ്റെപ്സ്. ഓക്കെ. നിങ്ങൾക്ക് വെറുതെ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ സമയം പോകും. വായിക്കണമെങ്കിൽ വായിക്കാം. ഇത് 5 സ്റ്റെപ്സ് ഫോർ സ്ട്രാറ്റജി കോസ്റ്റ് റിഡക്ഷൻ PwC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഒരു വലിയ പേപ്പർ കിട്ടും. അതിൽ നിന്ന് ഇവർ ചെറുതാക്കി എടുത്തേക്കുവാണ്. ബേസിക്കലി നമ്മൾ ഈ 5 ഹെഡിങ് ഒന്ന് ഫോക്കസ് ചെയ്യണം, അത് തെറ്റിക്കരുത്. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 ഹെഡിങ് അതേപോലെ എഴുതണം, അതിൻ്റെ ഉള്ളിലുള്ള കാര്യത്തിനേലും. ഓക്കെ. സോ ഇതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ്റെ സ്റ്റെപ്സ്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം, വാട്ട് ആർ ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോളിൻ്റെ ടെക്നിക്സ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്റിംഗ്. ഇതൊക്കെ കോസ്റ്റ് റിഡക്ഷൻ്റെ ടൂൾസാണ്. ഇതൊന്ന് ഓർത്തിരുന്നു, MCQയിലൊക്കെ വരാം. ഇതിലേതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്നൊക്കെ വരാം. അല്ലെങ്കിൽ ഇതെല്ലാം 3 തന്നിട്ട് പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തരാം. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിരിക്കും എലിമിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ MCQയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് വാല്യൂ അനാലിസിസ്? ഇതൊന്നും ഞാൻ ഇപ്പോൾ എന്താണെന്ന് പറയണില്ല, കാരണം ഇതിൽ പലതും നമുക്ക് പഠിക്കാനുണ്ട്. വാല്യൂ അനാലിസിസ് നമ്മൾ പറയുന്നുണ്ട്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, ബെഞ്ച് മാർക്കിംഗ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വീഡിയോസിൽ വരും. സിംപ്ലിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, ഇത് ഓർത്തോട്ടാ. സിംപ്ലിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ല, അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, വർക്ക് സ്റ്റഡി, ജോബ് ഇവാലുവേഷൻ, ക്വാളിറ്റി കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ, ക്രെഡിറ്റ് കൺട്രോൾ. ദീസ് ആർ ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ഓക്കെ. സോ ബൈ ദിസ് നമ്മൾ ചാപ്റ്റർ 1.2 എൻഡ് ചെയ്തു. നമ്മളടുത്ത് ചാപ്റ്റർ 1.3യിലേക്ക് പോകും അടുത്ത വീഡിയോയിൽ. ഓക്കെ, ശരി, ബൈ. അപ്പോൾ ഒരു 20, ഇപ്പോൾ എത്ര മിനിറ്റ്സായി? നമ്മൾ ഏകദേശം 23 മിനിറ്റ്സിൽ ആ ഒരു ടോപ്പിക്ക്, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഇതേപോലെ എല്ലാ വീഡിയോസും വരും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, ഷെയർ ചെയ്യുക. ഈ ചാനലിൽ എല്ലാ വീഡിയോസും ഉണ്ടെന്ന് പറയാം. അപ്പോൾ എക്സാമിന് മുമ്പ് തിയറി ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.